പോകുന്നു തലസ്ഥാനത്തെ എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു മേൽക്കൈ വിവിധ മുന്നണികൾക്ക് നേടാൻ സാധിക്കാതെ പോകുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ മഞ്ജുഷ ഈ NDAയുടെ കുതിപ്പ് തുടരുകയാണെങ്കിൽ മറുഭാഗത്ത് ഒരു അലയൻസിലേക്ക് പോകുവാനും അങ്ങനെ BJPയെ പുറത്തിരുത്തുവാനുമുള്ള നീക്കങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ നമുക്ക് കാണേണ്ടതായി വരും. അവിടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് നിർണായകമാകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് കൊച്ചിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ വിജയം വരുമ്പോൾ അത് BJPക്ക് അനുകൂലമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അത് BJPയുടെ സിറ്റി സീറ്റ് ആയിരുന്നു എന്നതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരുത്തറയായിരുന്നു അവിടെ മാറ്റുരച്ചത് എന്നതുൾപ്പെടെയാണ് എതിരാളിയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. പന്തളം നഗരസഭയിൽ BJPയുടെ മുന്നേറ്റം എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. 3, 5, 6 വാർഡുകളിൽ BJP വിജയിച്ചിരിക്കുന്നു. വാർഡ് 1, 2 എന്നീ വാർഡുകളിൽ UDF വിജയിച്ചിരിക്കുന്നു. വാർഡ് 4-ൽ LDF എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. മഞ്ജുഷ്, ഇതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് ശ്രദ്ധ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരത്ത് ഇപ്പോഴും BJPയുടെ ലീഡാണ്. 21 BJP ജയിച്ചിരിക്കുന്നത്. അതേസമയം 16 ഇപ്പോൾ LDF, 8 ഇടത്താണ് UDF. 21, 16, 8, 1 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. ഒരിടത്ത് സ്വതന്ത്രരാണ്. അങ്ങനെ അതിനിർണായകമായ തിരുവനന്തപുരത്ത് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ, അഭിലാഷ് സ്വാഭാവികമായിട്ടും 51 കിട്ടിയില്ലെങ്കിൽ 51 പോരാ. കാരണം ഒരിടത്ത് ഇലക്ഷൻ നടന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ 101, 52 തന്നെ വേണം. അങ്ങനെ അല്ല, 51 മതി. 51 പോരാ, 52 സീറ്റുകൾ ജയിക്കണം. അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ മറ്റാരുടെയും പിന്തുണ കിട്ടില്ല. കാരണം UDF-ഉം LDF-ഉം ചേർന്ന് സ്വാഭാവികമായിട്ടും 50-ലധികം സീറ്റുകൾ ഉണ്ടാവും. അതാണ് പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അധികാരത്തിലിരിക്കുന്ന ഒന്നുകിൽ LDF, അവിടെ LDF-ന് തന്നെയാണ് അധികാര സാധ്യത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു മാർജിനിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഡേറ്റകൾ വെച്ചുകൊണ്ട് എത്താൻ സാധിക്കില്ല എന്നത് ഉറപ്പാണല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതാ മറ്റു റിസൾട്ടുകൾ